കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ തള്ളിപ്പറയുകയാണ്. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി CWC യോഗം കർണാടകയിലെ ബെൽഗാവിയിൽ നടന്നപ്പോൾ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് പുതിയ നേതൃത്വം വരണമെന്നാണ്. ഇത് തന്നെയാണ് മണിശങ്കർ അയ്യരും പറയുന്നത്. അതായത് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം കോൺഗ്രസ് ഏറ്റെടുക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കാൻ ഇന്ത്യ മുന്നണിയുടെ മറ്റ് ഘടകകക്ഷികളും തയ്യാറാവുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ പാർട്ടിയിൽ പുതിയ നേതൃത്വം വരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പുതിയ നേതൃത്വമാണ് വരേണ്ടത്. അദ്ദേഹം പറയുന്നു, സംഘടനാ നേതൃത്വത്തെ ശാക്തീകരിക്കണം, നേതൃത്വത്തിൽ പുതിയ ആളുകൾ വരണം. ഇതാണ് ഖാർഗെ പറയുന്നത്. ഖാർഗെ പറയുന്നത് കോൺഗ്രസിന്റെ തിരിച്ചടിക്ക് കാരണം നമ്മൾ പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല, പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, മറിച്ച് എങ്ങനെ പ്രവർത്തിക്കണം, പ്രവർത്തിക്കുന്നത് ദിശാബോധത്തോടെ ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത്, തന്ത്രത്തോടെയാണ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ഡയറക്ഷനും സ്ട്രാറ്റജിയും ദിശാബോധവും തന്ത്രവും പാർട്ടിക്കില്ല എന്നാണ് ഖാർഗെ സമ്മതിക്കുകയാണ്. അങ്ങനെ പുതിയൊരു ദിശാബോധത്തോടെ പുതിയ തന്ത്രത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമേ, പുതിയ നേതൃത്വവുമായി മുന്നോട്ട് പോയാൽ മാത്രമേ കോൺഗ്രസിന് ജയിക്കാൻ കഴിയൂ എന്നാണ് ഖാർഗെ പറയുന്നത്. ഇത് ഖാർഗെ പറയാൻ കാരണം കഴിഞ്ഞ കുറെ നാളുകളായി കോൺഗ്രസിന് തിരിച്ചടിയുടെ നാളുകളാണ്. 2009 രണ്ടാം UPA സർക്കാരിന് ശേഷം കോൺഗ്രസിന് അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല. 2014 2019 2024 കോൺഗ്രസ് കേന്ദ്രത്തിൽ നിന്ന് അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ടിരിക്കുകയാണ്. ഓരോ തവണയും തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്ന സമയത്തും കനത്ത പരാജയമാണ് കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ കൂടെ നിന്നിരുന്ന ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ വരെ കോൺഗ്രസിനെ തള്ളിപ്പറയുന്നു. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷനും പറഞ്ഞിരിക്കുകയാണ്, കോൺഗ്രസിൽ അടിമുടി മാറ്റം വേണം, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാറ്റം വരണം, കോൺഗ്രസിന് പ്രാദേശിക തലത്തിൽ നല്ല നേതൃത്വം വരണം, കോൺഗ്രസിന്റെ മൂല്യങ്ങളിൽ വിശ്വാസമുള്ള പ്രവർത്തകർ വരണം, കോൺഗ്രസിന്റെ ഇന്ത്യ എന്ന കാഴ്ചപ്പാടിനെ, ഇന്ത്യ എന്ന ഐഡിയയെ അത് പ്രവർത്തകർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ഇന്ത്യ എന്ന കോൺഗ്രസിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് അറിയാത്ത ആളുകളാണ് കോൺഗ്രസിലുള്ളത്. കോൺഗ്രസിന്റെ മൂല്യങ്ങളിൽ വിശ്വസിക്കാത്ത ആളുകളാണ് കോൺഗ്രസിലുള്ളത്. ആ കാഴ്ചപ്പാടുകളിൽ പകർന്നു കൊടുക്കണം. കോൺഗ്രസിന്റെ മൂല്യങ്ങൾ പ്രവർത്തകർക്ക് പകർന്നു കൊടുക്കണം. അത് പ്രവർത്തകർക്കില്ല, അത് പ്രവർത്തകർക്ക് പകർന്നു കൊടുക്കണം. ഇങ്ങനെ പോയാൽ മാത്രമേ കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിയൂ. കാരണം നിരന്തരമായി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതേപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും തിരിച്ചടി നേരിട്ട കോൺഗ്രസിന്റെ ആത്മവീര്യം ശോഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സംഘടനാ ശാക്തീകരണം 2025 സംഘടനാ ശാക്തീകരണ വർഷമായിട്ടാണ് കോൺഗ്രസ് ആചരിക്കാൻ പോകുന്നതെന്നാണ് ഖാർഗെ പറയുന്നത്. പക്ഷെ ഇവിടെ ഖാർഗെ പറയുന്നതിന്റെ ചുരുക്കം, ഖാർഗെ പറയുന്നതിന്റെ ആകെ തുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടിമുടി മാറ്റം വരണം എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഇന്നത്തെ നേതൃത്വത്തിന് കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പറയുന്ന കാര്യം, കോൺഗ്രസിന്റെ മുൻ നേതാവ് മണിശങ്കർ അയ്യർ പറയുന്ന കാര്യം, അത് മറ്റൊരു ഭാഷയിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷനും കൂടി പറഞ്ഞിരിക്കുകയാണ്. അതാണ് ബെൽഗാവിയിലെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ, CWC യോഗത്തിൽ കോൺഗ്രസ് അടിമുടി മാറ്റം വരണം, കോൺഗ്രസിൽ നേതൃത്വത്തിൽ മാറ്റം വരണം എന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞതിന്റെ ചുരുക്കം.